ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോർച്ചുഗീസ് മധ്യനിര താരമായ ബെർണാഡോ സിൽവയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാവുകയാണ്. അദ്ദേഹം സിറ്റി വിടുകയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. യുവൻറ്റസ്, FC ബാഴ്സലോണ എന്നീ ക്ലബ്ബുകളാണ് പ്രധാനമായും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കുന്നത്. ബെർണാഡോ സിൽവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ബെർണാഡോ സിൽവക്ക് റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹൊസെ ഫെലിക്സ് ഡയസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് വരാൻ ബെർണാഡോ സിൽവക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ജേർണലിസ്റ്റായ സെർജിയോ വാലന്റൈൻ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് മൗറീഞ്ഞോക്ക് താല്പര്യമുള്ള താരമാണ് ബെർണാഡോ സിൽവ. അതുകൊണ്ട് തന്നെ ഫ്രീ ഏജന്റായ ഈ താരത്തെ കൊണ്ടുവരാൻ വേണ്ടി മൗറീഞ്ഞോ ക്ലബിനോട് ആവശ്യപ്പെട്ടു എന്നാണ് സെർജിയോ വാലന്റൈൻ എന്ന ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 31കാരനായ ഈ താരം റയലിലേക്ക് വരാൻ ഇപ്പോൾ ഒരുക്കമാണ്. നമുക്കറിയാം, ഒരു മാസം മുൻപേ ഈ താരം റയലിന് സ്വയം ഓഫർ ചെയ്തിരുന്നു. എന്നാൽ റയൽ മാഡ്രിഡ് അന്ന് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ താരത്തെ മൗറീഞ്ഞോ ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന കാര്യം പരിഗണിച്ചേക്കും. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ സാലറിയാണ്. ഒരു വർഷം 10 മില്യൺ യൂറോ സാലറി ആയിക്കൊണ്ട് ലഭിക്കണം എന്നുള്ളതാണ് ബെർണാഡോ സിൽവയുടെ ഒരു ആവശ്യം. അതിന് റയൽ മാഡ്രിഡ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ബെർണാഡോ സിൽവക്ക് ഇപ്പോൾ റയലിലേക്ക് വരാൻ താല്പര്യമുണ്ട്, മൗറീഞ്ഞോക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നൊക്കെയാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.